ഈ സിനിമ നിങ്ങൾ കാണാൻ പോകുന്നതിന് ഒരുപാട് റീസൺ ഉണ്ടാവും. ഇത് ഒരു വൈശാഖ് പടമായതുകൊണ്ട് കാണാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. ഇതൊരു മമ്മൂക്ക പടമായതുകൊണ്ട് കാണാൻ പോകുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ മൈനോറിറ്റി ആണെന്നറിയില്ല, ഞാൻ ആ ഗണത്തിൽ കൂടി പെടുന്ന ഒരാളാണ്. ഈ സിനിമയിലെ വില്ലനായിട്ട് വരുന്ന വെട്രിവേൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന രാജ്ബി ഷെട്ടിയുടെ എൻട്രി കാണാനായിട്ട് ഞാൻ കൊതിക്കുകയാണ് ഞാൻ. കാരണം ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പൊളി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്, വീഡിയോ സോങ് ഉണ്ട്, യൂട്യൂബിൽ കയറിയിട്ടും തപ്പിയാൽ മതി. രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ ഒരു ട്രാൻസിഷൻ കാണാൻ പറ്റും. ട്രാൻസ്ഫോർമേഷൻ ചുമ്മാ ഇങ്ങനെ നടന്നു വന്നിട്ട് അവിടെ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അവരുടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ആ ഒരു ഒറ്റ വീഡിയോ 5 മിനിറ്റിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളുടെ റേഞ്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ചുമ്മാ ഒരു റിയാക്ഷൻ അല്ല, ഇത് കുറച്ച് പവറായിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ്. കാരണം പല സിനിമകളുടെ റെഫറൻസുകൾ എടുത്തുകൊണ്ടുള്ള ഒരു അടിപൊളി ട്രെയിലർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പെഷ്യലായിട്ടൊരു സാധനം കൂടി നമ്മൾ പറയാനായിട്ട് പോകുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേയ്സ് വീഡിയോ. വെറും 8 സെക്കൻഡിനുള്ളിൽ ഇവിടെ എത്ര കട്ട് ഉണ്ടായെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓൾമോസ്റ്റ് ഒരു 10ഓളം കട്ടാണ് വെറും 8 സെക്കൻഡിനുള്ളിൽ ഈ ഒരു ട്രെയിലറിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സീൻ കാണുന്ന സമയത്ത് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു സിനിമ ഓർമ്മ വന്നോ എന്നുള്ളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിരിക്കുന്ന ലിയോ സിനിമയുടെ ഒരു ഷോട്ട് പോലെ ആർക്കെങ്കിലും തോന്നിയോ? എന്നാൽ ഇത് തന്നെയാണ് സംഭവം. ലിയോ പോക്കിരി സിനിമയിലൊക്കെ കാണിച്ചേക്കുന്ന അങ്ങനത്തെ ഒരു മാസ് സംഭവമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. തീർന്നിട്ടില്ല, 10 തല KGF ഒക്കെ വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ടർബോ ജോസ് നൈറ്റ് ഷോട്ടുകളുടെ ബഹളാണ്. പോലീസ് സ്റ്റേഷൻ അടി, പെരുന്നാൾ അടി. വാവ്, ആസ്ഥാന വില്ലൻ എത്തി. പക്ഷെ ഇതല്ല വില്ലൻ, അഞ്ജന ജയപ്രകാശ്. എനിക്ക് വരെ പ്രതീക്ഷ ഉണ്ട് ഇവരിൽ. അവൻ உங்களுக்கு தெரியுமா? അപ്പൊ തമിഴ്നാട്ടിലാട്ടോ. ഇനിയായിട്ടൊരു സാധനം വരാൻ പോകുന്നേ. വാ വാ, എൻ്റെ മോനെ, ഞാൻ ഒരു തവണ കൂടി പ്ലേ ചെയ്യണ്ട കേട്ടോ പ്ലീസ്. എൻ്റെ മോനെ, ആ എൻട്രി കണ്ട സമയത്ത് KGF എന്ന് പറയണോ, STRന്റെ 10 തല എന്ന് പറയണോ, എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കണ്ട സമയത്ത് എനിക്ക് STRന്റെ 10 തല ഓർമ്മ വന്നു. അതുപോലെ നമ്മുടെ ജയിലർ സിനിമയിലെ മച്ചാൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, നമ്മുടെ നരസിംഹ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇതുപോലെ തന്നെ മഫ്തി എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ആ ഒരു എൻട്രി പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്, ഫുൾ ബ്ലാക്ക്, ഹെലികോപ്റ്ററൊക്കെ ബ്ലാക്കാണ്. അത്രയും പവർഫുള്ളാണ് നമ്മുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്, വില്ലൻ എന്ന് പറയുന്നത്. വെട്രിവേൽ ഒറ്റയാള് ജീവനോടെ ബാക്കി ഉണ്ടാവില്ല. പവറാണ് പുള്ളി, വില്ലൻ. എൻ്റെ മോനെ, കാർ സ്റ്റണ്ട്. ലാലേട്ടൻ്റെ ലൂസിഫർ സിനിമയിലെ ഷോട്ട് പോലെ തോന്നി. പോലീസ് സ്റ്റേഷൻ ഇടി, ഗൺ ഫയർ, ബൈക്ക് ചേസ്, ഗൺ ഷൂട്ട്. ആ BGM എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ഭാഗത്തെ. ഒരു മിനിറ്റ് യോ, പൊളി. വയസ്സ് 73 ഓർക്കണം കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്താൻ നല്ലതാണ്. ആയിക്കോട്ടെ, അത് മനസ്സിലായി. ആ കമ്മിങ് സൂൺ എഴുതി വെച്ചേക്കുന്ന സമയത്തുള്ള ആ ഒരു ഷോട്ട് പോലെ എന്ത് രസമായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു ഷോട്ട് മുമ്പേ തന്നെ ഒരു ലീക്ക് ഞാൻ കണ്ടായിരുന്നു. ആ സാധനം തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്.
73 വയസ്സായ ഒരാളുടെ സാധനമാണ് നമ്മളിവിടെ കണ്ടത്. അവസാനം കാണിച്ച ഷോട്ടിനകത്ത് കാണിച്ചേക്കുന്ന ആൾ മമ്മൂക്കയുടെ ഡ്യൂപ്പാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കണ്ടിട്ട് ഡ്യൂപ്പല്ല. ഞാൻ ഒന്നുകൂടി ഒന്ന് വെച്ചോക്കട്ടെ കേട്ടോ. ഇത് മമ്മൂക്കയുടെ ഡ്യൂപ്പാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്നും പറയാനില്ല, അത്ര രസമുണ്ട് ആ ഒരു ഷോട്ട് എന്നൊക്കെ പറയുന്നത്. നായകനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ടർബോ ജോസ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ 3 ഷോട്ട് നമ്മൾ നോക്കിയാൽ മതി. ഒന്ന് പെരുന്നാൾ അടി, ഒരു അടിക്കാരനാണ്, വണ്ടിയിൽ വെച്ചുള്ള ഇടിയും സ്റ്റണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരാണ് അടിക്കുന്നത്. അവിടെ തന്നെ ഇയാളൊരു ക്യാരക്ടർ സ്കെച്ച് ഏകദേശം പിടിയിട്ടിട്ടുണ്ടാവും. പോലീസിനെയൊക്കെ അടിച്ച് തവിട് പൊടിയാക്കുന്ന ക്യാരക്ടറാണ് ടർബോ ജോസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാനില്ല, അത്രയും സ്ട്രോങ് ആണ്. ഇയാൾ എന്ത് കാണിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇയാൾ വളരെ ലവിങ് ആയിട്ടൊരു ക്യാരക്ടറാണെന്നുള്ളൊരു കാര്യം, ഒരു ഫാമിലി മാനായിട്ടൊരു ക്യാരക്ടറാണെന്നുള്ള കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ സെയിം ടൈം ഫൺ, ബട്ട് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹം എന്ന് പറയുന്നത്. പക്ഷേ മമ്മൂക്ക പൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ രാജ്ബി ഷെട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഈ ട്രെയിലറിനകത്തുനിന്ന് കണ്ടേക്കുന്ന 2-3 ഷോട്ടുകൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിങ്ങനെ തന്നെ വരുമെന്ന് എനിക്കറിയില്ല. ഇതുപോലെയാണ് വന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കൈയടി നേടാൻ പോകുന്നത് രാജ്ബി ഷെട്ടി ആയിരിക്കും, ഉറപ്പ്. ഇയാൾക്ക് വലിയൊരു ഫാൻ ബേസ് കൂടി ഉണ്ടാവും. കാരണം അത്ര രസമായിട്ടാണ് രാജ്ബി ഷെട്ടിയുടെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എൻട്രി ആണെങ്കിലും. STRന്റെ 10 തല സിനിമയിലേക്ക് വന്നേക്കുന്ന പോലത്തെ ഒരു എൻട്രി ഇങ്ങനത്തെ ഒരു സിനിമ ഇതിനു മുമ്പ് മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഒരു ഹെലികോപ്റ്റർ എൻട്രി KGF കാണുന്ന സമയത്ത് ഇതുപോലെ ഒരു എൻട്രി എന്നാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. എനിവേസ് അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്, സൂപ്പർ, ഒന്നും പറയാനില്ല. ട്രെയിലർ കട്ടിനെ കുറിച്ച് എടുത്ത് പറയണം. BGM ഓക്കെ, BGM ഈസ് ഓക്കെ, 10-ൽ 10 ആണ് എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ട്രെയിലർ കട്ട് 10-ൽ 100 മാർക്ക് ഞാൻ കൊടുക്കും. അത്ര രസമുണ്ട്. ട്രെയിലർ കട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, വിഷയ സാധനം. ഇതുപോലത്തെ ഒരു സംഭവമാണ് സിനിമ തിയേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. പടം ഇതുവരെയുള്ള പല ആൾക്കാർക്കും പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, മമ്മൂട്ടിക്ക് ഇതുവരെ ഒരു 100 കോടി നേടാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു ലെവലിലാണ് സാധനം വരുന്നതെന്നുണ്ടെങ്കിൽ ആ റെക്കോർഡൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് പൊളിച്ചു കിടക്കും. 73-ാം വയസ്സിലായിരിക്കും ഒരു പക്ഷേ എല്ലാ റെക്കോർഡുകളും കയറി തകർക്കാനായിട്ട് പോകുന്നത്. എന്തിനാണെങ്കിലും പടത്തിൽ എനിക്ക് വരെ പ്രതീക്ഷ വന്നിട്ടുണ്ട്. മുമ്പ് കുറച്ച് അപ്ഡേറ്റുകളുടെ കുറവുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നികത്തുന്ന തരത്തിൽ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രെയിലർ വന്നേക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ആരൊക്കെയാണ് ഫസ്റ്റ് ഷോ കാണാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നിവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബെസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ.